പിന്നെ ഉം. മോഹൻലാൽ ലൈഫിലും ആള് ഫേക്കല്ല. അയാൾ അഭിനയിക്കാത്തത് ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ അഭിനയിക്കത്തില്ല. എന്താണ് സ്ട്രെയിറ്റ് ആയിട്ട് പറയും. പക്ഷേ ക്യാമറയുടെ മുമ്പ് വരുമ്പോൾ പുള്ളി പറഞ്ഞു ഞാനങ്ങനെ പെരുമാറുകയാണ് ബിഹേവ് ചെയ്യുന്നത്. നേരത്തെ നിങ്ങൾ പറഞ്ഞ മാതിരി ഒരാളിന് വലിയ ഡയലോഗും സീനും ഇല്ലെങ്കിലും നിൽക്കാൻ പറ്റും. ഉദാഹരണം സബ്ജക്റ്റിൻ്റെ സ്ട്രെങ്ത് കൊണ്ട്. ഉദാഹരണം ദേവാസുരം എന്നുള്ള പടത്തിൽ ഞാനുൾപ്പെടെ ഞാൻ, ശ്രീരാമൻ, രാമു, അങ്ങനെ 3-4 പേരാണ് അദ്ദേഹത്തിൻ്റെ മംഗലശ്ശേരി നീലകണ്ഠ സുഹൃത്തുക്കൾ. പല രംഗങ്ങളിലും ഞങ്ങൾക്ക് ഡയലോഗില്ല. ഉം. മോഹൻലാലിൻ്റെ കൂടെ പോവുക, ജീപ്പിൻ്റെ ബാക്കിൽ ഇരിക്കുക, ഫൈറ്റ് കിടക്കുക പറയാം. പക്ഷേ അതൊക്കെ ആ മംഗലശ്ശേരി നീലൻ്റെ സപ്പോർട്ടാണ്. അവിടെ കയറിയിട്ട് എന്തോന്ന് ഇത് വന്നിട്ട് 15 ദിവസം ഒരു ഡയലോഗും ഇല്ല ബാക്കി നടക്കുന്നത്. ആ നടക്കുന്നതും നിൽക്കുന്നതും അയാളുടെ ബാക്കി നിൽക്കുന്നതും ആ ക്യാരക്ടറിൻ്റെ ഇതാണ് സംഭവം. ഇപ്പം അതുപോലെ തന്നെയാണ് തുടരും എന്നുള്ള സിനിമയിലെ കുഞ്ഞച്ചൻ്റെ കഥാപാത്രവും പല സ്ഥലങ്ങളിൽ അയാൾ വിങ്ങിപ്പൊട്ടുന്നുണ്ട്. അതുപോലെ സൈലൻ്റായിട്ട് നിൽക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ. അയാളെ ലാസ്റ്റിൽ കൊണ്ടുവന്ന സമയത്ത് അയാൾ ഒരു നിപ്പുണ്ട് എല്ലാം തകർന്ന്. അത് മതി. അവിടെ കയറിയിട്ട് ഘോര ഡയലോഗൊന്നും പറയണമെന്നില്ല. ഈ ചെറിയ സട്ടിൽ മതി. തുടരണതി മരണ വാർത്ത അറിഞ്ഞിട്ട് ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ. ഉം. അയ്യോ, അതായത് പറഞ്ഞ് ആ വാർത്ത പറയുന്ന ആളൊരു വലിയ പൊസിഷനിലിരിക്കുന്ന ഒരാളാ, എല്ലാവർക്കും ഭയമുള്ള ഒരാളാ. ആ അയാളോടുള്ള ഭയവും കാണിക്കണം, എന്നാൽ ഇത് ഇപ്പുറത്ത് പോയി പറയും, ഇത് രണ്ടിന്റെ ഇടയിൽ പോയി പെട്ടു എന്ന് പറയുന്ന, അത് നല്ല ഇപ്പുറത്തേക്ക് നടന്ന സീക്വൻസ്, നല്ല ദുരന്തമാണ്, സീക്വൻസ്. അപ്പുറത്തുനിന്ന് ഒരു വാർത്ത അറിയാണ്. അത് രസമായിട്ട് ഇതുവരെ രാജേട്ടൻ അങ്ങനെ ഒരു ആ എക്സ്പ്രഷൻ ആ കണ്ടിട്ടുമില്ല. അത് ഞാൻ പറഞ്ഞേ ഈ ഡയറക്ടർ ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം 10-16 വർഷം കഥകളി പഠിച്ചിട്ടുള്ള ആളാണ് അതെ, അതെ, തിരുവനന്തപുരത്ത്. അതെ. അതുകൊണ്ട് മാത്രമല്ല. എന്നാൽ പിന്നെ കലാമണ്ഡലം അവരൊക്കെ വലിയ ഡയറക്ടർ അതല്ല. പുള്ളി ആക്ടിങ് സ്കൂളൊക്കെ ആക്ടിങ് ക്ലാസ്സൊക്കെ നടന്നതാണ്. പക്ഷേ അഭിനയം പറഞ്ഞു തരും. അതിപ്പോൾ മോഹൻലാലായാലും ഞാനായാലും ആരായാലും പുള്ളി അടുത്തൊന്ന് പറയും. ഇൻസ്പെക്ടർ ആയാലും പറയും ഹലോ മോളെ എന്നൊക്കെ പറഞ്ഞില്ലേ. അതാണ് ആദ്യം എടുക്കുന്ന സീന്. അപ്പം എന്ത് ചെയ്യും മോളെ എന്നൊക്കെ ചെയ്യില്ലേ. അതൊക്കെ സ്വീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നപ്പോൾ ഇതിൽ ഡയറക്ടർ എന്നൊരാൾ ഞാൻ പറയില്ല നമ്മുടെ ധൈര്യം ഒരു ആക്ടറിൻ്റെ ധൈര്യം എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ സൈഡിൽ നിൽക്കുന്ന ഡയറക്ടറാണ്. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഘോഷ അടിക്കും ഓക്കെ കലക്കി എന്ന് പറഞ്ഞാൽ അത് തീർന്നു. അതല്ല അയാൾ പറയണം കുറച്ചുകൂടെ ഒന്ന് ഒരു ഞാൻ ഏതോ ഒരു സിനിമയിൽ ജയരാജൻ്റെ പടത്തിൽ അഭിനയിച്ചപ്പോൾ ഞാൻ ഒരു സീൻ അഭിനയിച്ചു. ഞാൻ പുള്ളി അപ്പോൾ അത് അടുത്ത് വന്നിട്ട് പറഞ്ഞു ചെറിയൊരു കള്ളത്തനമുണ്ട് രാജചേട്ടൻ ചെയ്തത്. അത് ഇവിടുന്ന് വരണം പെയിനോട് ഇവിടുന്ന് നൊന്ത് നീറി വെളിയെ വരണം. റിഹേഴ്സൽ വേണ്ട എടുക്കാം നമ്മൾ എടുക്കാനാണ്. ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ പുള്ളി കണ്ണൊക്കെ നിറയെ വന്ന് കെട്ടിപ്പിടിച്ച്. അതാണ് ഞാൻ പറഞ്ഞത് ഡയറക്ടർ ഒരു ആക്ടറിൻ്റെ നിന്ന് അയാളുടെ ടാലൻസ് വലിച്ചെടുക്കണം സിമ്പിൾ. അത് ഡയറക്ടേഴ്സ് ഇവിടെ ഒരുപാട് ഡയറക്ടേഴ്സ് അങ്ങനെ ചെയ്യുന്നുണ്ട്. അടുത്ത് തന്നെ ഒന്ന് പറഞ്ഞു ലേലത്തിൽ സുരേഷ് ഗോപി വന്ന് കെട്ടിപ്പിടിക്കുന്ന സീനിൽ രണ്ടുപേരുടെയും ഫ്ലാഷ് ബാക്ക് പറയുന്ന സമയത്ത് സിദ്ദിഖിനെയും ചേട്ടനെയും സുരേഷനും വന്ന് കെട്ടിപ്പിടിക്കുക. അത് ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ഒരു രംഗം, ഏറ്റവും വലിയ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുന്ന ഒരു രംഗമായിട്ട് മനസ്സിലാക്കിയത്. അപ്പോൾ ജോഷി സാർ തന്ന ഫീഡ് എന്താ? സീൻ നന്നായില്ലെന്നറിയാം. ഞാൻ സുരേഷ് ഗോപി ഇവരെല്ലാം സീൻ നന്നായെന്നറിയാനായിട്ട് നമ്മൾ പതുക്കെ ഒന്ന് ക്യാമറയുടെ സൈഡിൽ ജോഷി സാറിന് നോക്കും. നീ നന്നായടാ ഈ കലയ്ക്ക് നന്നായി. അപ്പോൾ നമുക്ക് ഭയങ്കര സംതൃപ്തി. എന്തറിയാം പുള്ളിയുടെ പറയുന്ന ഡയറക്ടറുടെ കണ്ണെന്ന് പറയുന്നത് പുള്ളി അത്ര ഇൻവോൾവ് ആണ്. ജോഷി സാറിൻ്റെ കണ്ണ് പറഞ്ഞ് ജോഷി സാർ കണ്ണ് നന്നായടാ നീ നന്നായി. ഏതെങ്കിലും ഒരു സീനിയർ ആക്ടർ മോശമായിട്ട് ചെയ്തത് ഞാൻ പബ്ലിക്ക് നിൽക്കുന്നൊന്നും നോക്കത്തില്ല. കുളമാക്കിയല്ലടാ അത്. അവൻ നന്നായിട്ട് ഡയലോഗ് പറഞ്ഞ് നീ സൈഡിൽ നിന്ന് ഇല്ലാതാക്കിയാടെ നമുക്കൊന്നുകൂടെ എടുക്കാം. ജോഷി സാർ അങ്ങനെ പറയും. കുറഞ്ഞെടുത്ത് ജോലി വാങ്ങിക്കും. അപ്പം നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത് ഡയറക്ടറാണ്. ഞാൻ എന്ത് പറയുമ്പോഴും ഓക്കെ വയ്ക്കുന്നതല്ല. എൻ്റെ അടുത്ത് എന്നെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് വഴിയിൽ എന്നെ ഐഡിയ തന്ന് കൊണ്ടുപോകണം. ഞാൻ സെറ്റിൽ ആദ്യമായിട്ട് തുടരേണ്ടി ചെന്നപ്പോൾ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കാൻ അന്ന് എനിക്ക് നൈറ്റ് ഷൂട്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ രാവിലെ പോയി ഇന്നത്തെ സ്ക്രിപ്റ്റ് കൊണ്ടൊന്ന് ഇതിലിരുന്ന് വായിച്ച് ക്യാരവനിലിരുന്ന് വായിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നു ഉഗ്ര സ്ക്രിപ്റ്റ്. ഇതൊരു സംഭവമായിരിക്കും. എല്ലാ പടം കണ്ടിട്ട് സൂപ്പിയാണ്. ഇത് സൂപ്പർ ഡൂപ്പർ സ്ക്രിപ്റ്റാണ്. വൈകുന്നേരം ആകുമ്പോൾ റെഡിയാകാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ നരയൊക്കെ ഇട്ട് താടി വളർത്താൻ പറഞ്ഞു. എനിക്ക് വേണ്ടിയിട്ട് 15 ദിവസം ഒരു അഡ്ജസ്റ്റ് ചെയ്ത് നീട്ടിയേക്കാൻ തുടങ്ങിയത്. താടി വേണം. അങ്ങനെ ഞാൻ താടി വളർത്തി ഡൈ ചെയ്യേണ്ടെന്നും പറയുന്നത് കുറച്ച് നരയെല്ലാം ഉണ്ട്. ഞാൻ സെറ്റിൽ ചെന്നപ്പോൾ ഡയറക്ടർ അടുത്ത് വന്നിട്ട് ഒരു മോഹം മ്ലാനമാണ്. കുഞ്ഞച്ചനായില്ല പട്ടണക്ഷിതമൊക്കെ ശരിയായിട്ടില്ല. ഞാൻ ഒരു ചാൻസ് കൂടെ ഞാൻ നോക്കട്ടെ. അങ്ങനെ അകത്ത് ഞാൻ വണ്ടി ഇതിൻ്റെ പട്ടണക്ഷീന് പറഞ്ഞു നിങ്ങളത് മിഷീൻ ഇല്ലേ പൊടിക്കറ പഠിക്കാൻ പറഞ്ഞു. അയാൾ ഭയങ്കര സന്തോഷം. ഒരാളെ കൈ കിട്ടില്ല പട്ടണക്ഷത്ത് ഇങ്ങനെ ഈ ചെയ്തുകൊണ്ട് എല്ലാം വെളിച്ചം കിടക്കുമ്പോൾ താഴെ നരയുണ്ടായിരുന്നു. ഫുൾ വൈറ്റൊക്കെ അടിച്ച് ഇതൊക്കെ ഇട്ട് ഒരു ടീഷർട്ടും കൊണ്ടു കൊടുത്ത് ഞാൻ നേരെ സെറ്റിലോട്ട് ചെല്ലുമ്പോൾ ഞാൻ ഒരു ഇത്രയും അടുത്ത് എത്തുമ്പോഴത്തേക്കും ഡയറക്ടർ മാത്രമല്ല ക്യാമറ ഉൾപ്പെടെ ഫുൾ യൂണിറ്റ് ക്ലാസ്സാണ്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞച്ച, ഇതാണ് വേണ്ടതെന്ന് പറയും. പിന്നെ ആക്ട് ചെയ്യുമ്പോഴും നല്ല പ്രൊമോഷൻ. നമ്മുടെ സീൻ നന്നായി ഭയങ്കരമായിട്ട് കൈയടിക്കും, എല്ലാവരും ചേർന്ന് കൈയടിക്കും. അങ്ങനെ ഒരു
നല്ല രസമായിട്ട് നമ്മൾ ഒരു രസം വേണം ഷൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു ഹെഡ് മാസ്റ്ററിൽ ഒരാൾ ഒന്നും വിരട്ടിയിട്ട് കാര്യമില്ല. നമ്മൾ സന്തോഷമായിട്ട് എടുത്ത് പോകുമ്പോൾ അതിനൊരു ഫ്ലോ ഉണ്ട്. അങ്ങനെ നന്നായി വരും. ഇപ്പോൾ ചോട്ടാ മുംബൈ എന്നുള്ള സിനിമ പിന്നെയും റീ റിലീസിന് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഓൾറെഡി ഇരിക്കുന്ന ഒരു പടം ആ പടത്തിനെ നമ്മുടെ പടത്തിലേക്ക് പുതിയൊരു ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അതിന് സാമ്പത്തിക ചെലവിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഉണ്ടാക്കേണ്ട മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഡിസിഷൻ ഉണ്ട്. ഉദാഹരണം, ഞാൻ ഇത്രയും പടം എടുത്തിട്ടുണ്ട്. വെള്ളാനോട്ട് ഓട്ടോ 14 പടം എടുത്തിട്ടുണ്ട്. എനിക്ക് ഒരു പടം വേറെ റിലീസ് ആണെന്ന് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും പടം റിലീസ് ചെയ്യുമ്പോൾ എനിക്ക് കാണണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷെ ഇത് അന്ന് ഞാനും കൂടെ വർക്ക് ചെയ്ത പടത്തിനകത്ത് ഇത്രയും ടെക്നിക്കൽ സപ്പോർട്ട് കയറിയാണ്. ഒന്നത് അന്ന് ഡോൾബി ഇല്ല, ഇപ്പോൾ ഡോൾബി വരുന്നുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫിയിൽ അന്ന് DA ചെയ്യാൻ പറ്റില്ല, ഡിജിറ്റൽ ഇന്റർമീഡിയറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉള്ള കളറൊക്കെ തന്നെ ചെറുതായിട്ടുള്ള ലാബിലെ ഗ്രേഡിംഗ് ഒക്കെ നടന്നുള്ളൂ. ഇപ്പം ഇതെല്ലാം ഉപരി അന്നത്തെ 2007 മദ്രാസ് പ്രസാദ് ലാബിൽ എല്ലാം നെഗറ്റീവ് ഡാമേജ് ആയിപ്പോയി. ഈശ്വരാദിനും ഒരു ചോട്ടാ മുംബൈയുടെ നെഗറ്റീവ് ഒരു കുഴപ്പമില്ലായിരുന്നു. സൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ നേരത്തെ ഹാർഡ് ഡിസ്കിൽ എടുത്ത് വെച്ചിരുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമില്ല. ചില റീ റിലീസിങ് പടങ്ങൾക്ക് ചിലത് പിക്ചർ ചെറുതാവും. പിന്നെ 35 എന്നുള്ളത് ഒന്ന് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇത് അന്നേ സിനിമാസ്കോപ്പാണ്. ഓക്കെ ഓക്കെ. അപ്പം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പടമാരുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ, ഇപ്പോൾ വന്നാലും തിയേറ്റർ. പിന്നെ ഇത് അങ്ങനെ OTT-ൽ ഈ പടം അധികമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇത് തിയേറ്റർ വരുമ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങളെ കണ്ടതാണ്. പക്ഷെ പലരും ഇതിനകത്ത് കുട്ടികളൊന്നും കണ്ടിട്ടില്ല. അന്ന് കുട്ടികളായിരുന്നവരൊക്കെയാണ് ഇപ്പോഴാണ് മുതിർന്നത് സ്വന്തമായിട്ട്. മറ്റേ വീട്ടുകാർ കാണിച്ചെങ്കിലേ ഉള്ളൂ. പിന്നെ UA അല്ലേ സർട്ടിഫിക്കറ്റ്. അപ്പം ചിലർ കുട്ടികളെ കൊണ്ടുപോകാതിരിക്കും. അതിനകത്ത് അങ്ങനെ ഒരു ഓക്കേർഡ് സീൻസ് ഒന്നും ഇല്ല. എന്നാലും ആക്ഷനും ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ തല തിരിഞ്ഞല്ലത അത് ആ ഐഡിയ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നോ? ഏതാണ് ഈ തല എന്നുള്ളത് മാറ്റിയിട്ട് ലതാന്നാക്കി കഴിഞ്ഞാൽ തലയുടെ ഓപ്പോസിറ്റ് വാക്കുകൾ അക്ഷരങ്ങൾ അങ്ങോട്ട് തിരിച്ചാൽ മതി. അത് ലതയാണ്. ആ ഐഡിയ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഐഡിയ. അത് പാട്ടിലൊക്കെയും കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്ക്രിപ്റ്റ് നമ്മൾ പറയുമല്ലോ, റൈറ്ററിൻ്റെ അടുത്ത് പറയും, ലിറിക്സിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. തല എന്നാണ് എല്ലാവരും വിളിക്കുന്നത് മോഹൻലാലിനെ. ഈ പെണ്ണിൻ്റെ പേര് ലതാ, തിരിച്ചിട്ടാലും വരും. അത് പറയണമല്ലോ. ഈ പടത്തിലെ എല്ലാ പാട്ടുകളും അന്ന് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. എല്ലാം സൂപ്പർ ഹിറ്റാണ് എല്ലാം. ഇപ്പം അതിന് ശേഷം വന്ന കേരളത്തിലെ ന്യൂ ഇയർ പാർട്ടികൾക്കെല്ലാം ഡിസംബർ 31-ന് വാസ്കോ ഡ ഗാമ ഡ്രാമ പാടിയിരിക്കും. അന്നത്തെ കാലത്ത് ഇതൊക്കെ കുറവുണ്ടെങ്കിലും 1 കോടിയിൽ പരം ആൾക്കാർ കണ്ട പാട്ടാണ് വാസ്കോ ഡ ഗാമ. ഭയങ്കര സംഭവം. ഇപ്പോഴും ആ പാട്ടിട്ടാലും രസം. അതുപോലെ തന്നെ ഈ തലയ്ക്കൊരു തീം സോങ് ഉണ്ടല്ലോ, തല ആ ട്രെൻഡ് കൊണ്ടുവന്നത് ഏകദേശം ആ പടത്തോടെ കൊണ്ടുവന്ന പുതുമുഖങ്ങളിലൊന്ന് ഞാൻ കൊണ്ടുവന്ന പുതുമുഖം രാഹുൽ രാജ്, മ്യൂസിക് ഡയറക്ടർ. അയാൾ അതോടെ വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയി. പിന്നെ കോളിൻസ്, അതിൻ്റെ പോസ്റ്റർ ആണ് ബ്യൂട്ടിഫുൾ പോസ്റ്റേഴ്സാണ്. അതെല്ലാം ചെയ്ത കോളിൻസാണ്. പിന്നെ മലയാളത്തിൽ ഏറ്റവും തിരക്കുള്ള എന്താ പറയുക പോസ്റ്റർ ഡിസൈനർ വന്നിട്ട് കോളിൻസാണ്. ഇപ്പോഴും ആ പടം വന്നപ്പോഴും പോസ്റ്റേഴ്സ് ചെയ്യുന്ന കോളിൻസ് തന്നെയാണ്. ഈ ലാലട്ടി ചെവിയിൽ ഇവിടെ ഒരു ഇയറിംഗ് പോലെ പ്ലേസ് അതൊക്കെ ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് പടങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ അൻവർ റഷീദിന്റെ ഐഡിയ ആണ്. ആദ്യം ഈ ഷർട്ട് ബോംബെ നിന്നാണ് തച്ചു വന്നത്. വന്നപ്പോഴത്തേക്ക് അൻവർ റഷീദ് ഹാപ്പി അല്ല. അപ്പോൾ വൈകുന്നേരം ഫസ്റ്റ് ഡേ ഷൂട്ടിങ് വൈകുന്നേരം നേരത്തെ നിർത്തി, നമുക്ക് നാളെ തുടങ്ങാമെന്ന്. എന്നിട്ട് അവിടെ ഈ പഴയ മറ്റേ ഈ വില കുറഞ്ഞ ഡ്രസ്സുകൾ വിൽക്കുന്ന സെക്ഷനിൽ അവിടെ നിന്ന് വാങ്ങിച്ച ഡ്രസ്സുകളാണ്. അങ്ങനെ പെൻഡാമേനകയെന്ന് വാങ്ങിച്ച പഴയ ഈ വില കുറഞ്ഞ ഡ്രസ്സ് ഉണ്ടല്ലോ, അതായത് അന്നത്തെ കാലത്ത് 100 രൂപ 150 രൂപയുടെ ഷർട്ട്, അങ്ങനെയുള്ള സാധനങ്ങൾ മോഹൻലാലിനെ കൊണ്ട് കാണിച്ച് മോഹൻലാൽ പിന്നെ കീറി ചെയ്തിട്ടാലും ജലി പറഞ്ഞിട്ടാലും എല്ലാം റെഡിയാണല്ലോ. ഇത് മതി എന്നാണ്. അങ്ങനെയുള്ള വേഷങ്ങളാണ് അതിനകത്ത്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. വില കുറഞ്ഞ കോട്ടൺ തുണിയാണ്, വില കുറഞ്ഞ റെഡിമെയ്ഡൊക്കെ സാധനങ്ങളില്ലേ, 100 രൂപ 150 രൂപ. ഇപ്പോഴും ഇവിടെ വഴിയിലേക്ക് ഇട്ട് വയ്ക്കുന്നില്ല. അതാണ് പുള്ളി ഉപയോഗിച്ചത്. തലയ്ക്കത് മേടിക്കാനുള്ള കഴിവല്ലേ ഉള്ളൂ ക്യാരക്ടറിനത്. ഞാനിപ്പോൾ ജനുവരി ഓർമ്മ എന്നുള്ള പടത്തിൽ അഭിനയിക്കുന്നിടത്ത് ഭയങ്കര ഫ്രഷ് ഡ്രസ്സാണ് മോഹൻലാൽ. മോഹൻലാൽ പറഞ്ഞത് ഇത് ഇങ്ങനെ ഒരു ഗൈഡായിട്ട് നടക്കുന്ന ആൾ ഇങ്ങനെ ഡ്രസ്സുകൾ ഇടില്ല. മോഹൻലാലും കൂടെ പോയി മറ്റേ ഈ കൊടൈക്കനാലിൽ റോഡിലിട്ട് വയ്ക്കുമല്ലോ സ്വെറ്റർ മറ്റേ സാധനങ്ങൾ, അതിൽ നിന്ന് സെലക്ട് ചെയ്ത ഡ്രസ്സാണ് ആ ഗൈഡായിട്ട് എടുക്കുന്ന ഡ്രസ്സും മുഴുവൻ. ഈ ചട്ടിക്കുളങ്ങര പാട്ട് സിനിമയുടെ ഇൻട്രൊഡക്ഷൻ സോങ് ആയിട്ട് വരുന്നുണ്ട്. അതിന്റെ റൈറ്റ്സ് വാങ്ങിക്കണം, അതൊരു കാര്യമുണ്ട്. രണ്ടാമതൊരു ജയനെ പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതിന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ കാണുമ്പോൾ ലെജൻഡ് ഡയറക്ടർ അദ്ദേഹത്തെ ലാലേട്ടനെ വെച്ച് ചെയ്യുമ്പോൾ അത് എങ്ങനെയാവും എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ മൊത്തത്തിൽ വേറെ തന്നെ ഒരു രീതിയിലാണല്ലോ ഇൻട്രൊഡക്ഷൻ. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പാട്ടിന്റെ റൈറ്റ്സ് വാങ്ങണം. അപ്പം പാട്ടിന്റെ റൈറ്റ്സ് വന്നിട്ട് നമ്മൾ ശ്രീഭാരതം ബിസാർ എഴുതിയ പാട്ടാണ്, അർജുന മാഷാണ് മ്യൂസിക്. പക്ഷെ അവർക്ക് അതിന് റൈറ്റ്സ് ഇല്ല. അത് ബോംബെയിലുള്ള ചെമ്മീർ അവരുടെ ആണ് ആ പാട്ട് എഴുതിയത്.
അപ്പോൾ ഞങ്ങൾ ആ പാട്ടിന് അപ്പോൾ ഇവർക്ക് ചെയ്യാൻ കാര്യം ഇത് റൈറ്റ്സ് ഒക്കെ ഇപ്പോൾ അന്ന് അങ്ങനെ ഉണ്ട്. വാങ്ങിച്ച ടീമിനാണ് എൻ്റെ ആവശ്യം. അവരുടെ അടുത്ത് നമ്മൾ ചെന്ന് ചോദിച്ചു. അവർ ആദ്യം 4 ലക്ഷം രൂപ പറഞ്ഞു. അങ്ങനെ ബാർഗെയിൻ ചെയ്ത് ആ പാട്ടിൻ്റെ അത്രയും വരികൾക്ക് ഞാൻ കൊടുത്തത് 2.25 ലക്ഷം രൂപയാണ്. അന്ന് നസീർ സാറിനെ വെച്ച് എടുത്തപ്പോൾ ആ പടത്തിന് ഫുൾ ചിലവായത് 2.5 ലക്ഷം രൂപയാണ്. അപ്പോൾ അവർ 2.25 ലക്ഷം രൂപ വാങ്ങിച്ചു. എന്നിട്ടാണ് ആ പാട്ടെടുത്തത്. അപ്പോൾ അതിനകത്ത് ശ്രീകുമാരൻ തമ്പി സാറിന് ഒരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ നിന്ന് ചോദിച്ചാൽ നിങ്ങൾക്കല്ല എൻ്റെ റൈറ്റ്സ്, അതാണ് അങ്ങനെ. അപ്പോൾ തമ്പി സാറിന് മനസ്സിലായ കാര്യങ്ങളത്. പിന്നെ ജയൻ്റെ പറഞ്ഞുള്ള ഡിസൈൻ എന്നുള്ള ജയൻ്റെ പേരേ റെഫറൻസിലില്ല. ഇല്ല അത് അന്ന് ആ ഡിസൈൻ ചെയ്ത കുട്ടിയെടുത്ത് പറഞ്ഞു നമുക്കൊരു തെലുങ്കിലൊക്കെ വരുന്നില്ല അത് ആ ഒരു സ്റ്റൈൽ. അപ്പോൾ അവർ പറഞ്ഞു അത് നമുക്ക് തെലുങ്കിൽ പരിചയമുള്ളൊരു കോസ്റ്റ്യൂമറും കൂടെ ഉണ്ട്, അങ്ങനെയുടെ ഹെൽപ്പോടുകൂടി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ആ കുട്ടി ആന്ധ്രയിൽ പോയി അവിടുന്ന് ഒരു സ്പെഷ്യൽ കണ്ട് അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടൊക്കെയാണ് ആ ഡ്രസ്സ് വന്നത്. ജയനല്ല. അന്ന് ബെൽ ബോട്ടം വേറെ സ്റ്റൈലുണ്ട്, ജയനേ അല്ല. മോഹൻലാലിന് വേറൊരു അപ്പിയറൻസിൽ ഇറക്കണം എന്നുള്ളതാണ് മാത്രമാണ് ആഗ്രഹം. അല്ല ജയനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന മറ്റേ കളർ ചുവപ്പിന് വെള്ള കളർ അതല്ല, അങ്ങനെ ആലോചിച്ചിട്ട് പോലും ഇല്ല. ഈ അങ്ങനെ വിഗൊക്കെ വേറെ ടൈപ്പ് മുടി, വേറെ കളർ മുടി, മൊത്തത്തിൽ വേറെ ഒരു സെറ്റപ്പ്. ഈ ലാൽ സാർ ആ കോസ്റ്റ്യൂമിൽ വന്നിറങ്ങുമ്പോൾ ആദ്യം കാണുന്ന ഒരാൾ ചേട്ടനായിരിക്കില്ലേ? അല്ല, എൻ്റെ വേറെ സംബന്ധിച്ച് കഴിഞ്ഞാൽ വാസ്കോ ഗാമ എന്നുള്ള പാട്ട് 4 ദിവസം എടുത്തു. 3 ദിവസം എടുത്തു. 3 നൈറ്റാണ്, വൈകുന്നേരം 6 മണി തൊട്ട് വെളുപ്പിന് 5:30 മണി വരെ. അത് കഴിഞ്ഞിട്ടാണ് മറ്റേ ആക്ഷൻ സീക്വൻസ് എടുക്കുന്നത്. അതിന് 8 ദിവസം എടുത്തു. ഡെയിലി 1000 ജൂനിയർ ആർട്ടിസ്റ്റ് വെച്ചാണ് അപ്പാനിയെ കത്തിക്കുന്നത്. അതും വെളുപ്പിന് 6 മണിയാകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു നമ്മളൊരു തമിഴിലെ ഏറ്റവും വലിയൊരു പേര് ഞാൻ പറഞ്ഞത് ഡാൻസ് മാസ്റ്ററാണ് വരുന്നത്. അപ്പം പുള്ളിയുടെ ഡേറ്റുകൾ നമ്മൾ പറഞ്ഞ് മാറി ക്ലൈമാക്സിന്. അപ്പം പുള്ളി രാവിലെ എത്തും, അല്ല രാത്രി എത്തും. രാത്രി എത്തിയിട്ടുണ്ട് പുള്ളിക്ക് ഉച്ചയ്ക്ക് 12 മണിക്ക് പോകണം എന്ന് പറയുന്നത്. അങ്ങനെ 12 മണിയൊക്കെ പാട്ട് തീരാൻ പറ്റും, ഞാൻ അങ്ങനെ പറഞ്ഞു വിട്ടേക്കട്ടെ എന്തെങ്കിലും പൈസ കൊടുത്ത്. അല്ലല്ല, ഞാൻ അത് വേണ്ട, അദ്ദേഹം ഒരു വലിയ ആളല്ലേ, നമുക്ക് എടുക്കാം. നമ്മളിവിടെ ഫൈറ്റ് തീരുമ്പോൾ തന്നെ വെളുപ്പിന് 5:30-6 മണിയാവില്ലേ. ഞാനൊരു 8 മണിക്ക് വന്നാൽ പോരെ. പുള്ളി 6 മണിക്ക് നേരം വെളുത്തിട്ട് സെറ്റിൽ നിന്ന് പോകുന്നത്. പോയി നമ്മൾ 8:30 നോക്കുമ്പോൾ 8 മണിക്ക് പുള്ളി ഈ ഡ്രസ്സ് ഇട്ട് റെഡി ആയിട്ട് എങ്ങനെയുണ്ടോയെന്ന് ചോദിച്ചിട്ട് കാരവനിൽ നിന്ന് ഇറങ്ങി വരാണ് സംഭവം. അങ്ങനെ ആ പാട്ടെടുത്ത് കറക്റ്റ് 12 മണിയായപ്പം മറ്റേ മാസ്റ്റർ പോയി. 2:30-3 മണിക്ക് എന്നാണ് ഫ്ലൈറ്റ്. ആ ലിമിറ്റഡ് സമയത്തിന് ഈ 9 ദിവസമായിട്ട് ഉറങ്ങാത്ത ആളാണ് ആ ഫുൾ എനർജിയിൽ കളിച്ചിരിക്കുന്നത്. സാർ ഇങ്ങനെ മുമ്പ് ഈ അധിപനിൽ ലാലേട്ടൻ വായൽ വെള്ളം ഗാർഗിൾ ചെയ്തിട്ട് ഫൈറ്റ് ചെയ്ത കാര്യം സാറിനല്ലേ റിവീൽ ചെയ്യുന്നത്? അതെ. ഈ അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷനെ പറ്റിയിട്ട് അങ്ങനെ വോക്കലാവുന്ന ഒരാളെ അല്ലല്ലോ ഒരിക്കലും. ഒരാൾക്കൊരു ബുദ്ധിമുട്ട് കൊടുക്കത്തില്ല. നമ്മളാണെങ്കിൽ ഇപ്പോൾ തുടരുന്നതിന് എത്രയോ രാത്രികൾ 3-4 ലോറിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മഴയത്ത് ഫൈറ്റ് ചെയ്യുമ്പോഴൊക്കെ പുള്ളിക്ക് വയ്യ, ചുമയുണ്ട്, പനിയുണ്ട്. പക്ഷേ ഒരു പ്രൊഡ്യൂസറിന് ഇത് കാരണം എത്ര രൂപ നഷ്ടം വരും, ഇത്രയും പേര് വെയിറ്റ് ചെയ്യണം, ബാറ്റ് കൊടുക്കണം. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ വർക്കാണ് ദൈവം, പുള്ളി അതിനകത്തൊരു കോംപ്രമൈസ് ഇല്ല. ഈ വിനായകൻ വന്നിട്ട് ചോട്ടമുമ്പിൽ ഫസ്റ്റ് വന്നിട്ട് കൊല്ലുന്ന ആള് മാർട്ടിൻ പ്രക്കാട്ടാ, ഇന്നത്തെ ഏറ്റവും വലിയ ഡയറക്ടർ. അതെങ്ങനെയാ ക്യാമിയോ വന്നത്? അൻവർ റഷീദിന്റെ ഫ്രണ്ടാണ്. അങ്ങേരെ അന്ന് കൊന്നുകൊണ്ട് പിന്നെ അങ്ങേരെ എടുത്ത ഒരു പടത്തിൽ എന്നെ വിളിച്ചിട്ടില്ല. എന്നെ വിളിച്ചു വരുത്തി കൊന്ന ആളാണ്. എന്നിട്ട് മാർട്ടിൻ പ്രക്കാട്ട് പുള്ളി ഡയറക്ട് ചെയ്ത പടങ്ങളിലൊന്നും എന്നെ വിളിച്ചിട്ടേ ഇല്ല ഇതുവരെ, ഇത്രയും വർഷമായി. ഞാൻ അന്ന് കൊന്നതൊരു തെറ്റായിപ്പോയി. വിനായകനും അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു വലിയ ബ്രേക്ക് ത്രൂ കൊടുക്കുന്ന വേഷമായിരുന്നു എല്ലാവർക്കും. നമ്മൾ ഒരു സീനിൽ വന്നാലും നല്ലൊരു പടം ടീംസും തലയും ടീമും ശക്തമായിട്ട് വരുന്നുണ്ട്. പണ്ട് കണ്ട മാതിരിയല്ല, പുതിയ അനുഭൂതി, പുതിയ രസങ്ങളും ഒക്കെയാണ് എല്ലാവരും കാണുക. വേറെ അഡീഷണൽ ആയിട്ട് അതിനകത്തൊന്നും കട്ട് ചെയ്യുക ആഡ് ചെയ്യുകയും ചെയ്തില്ല. പക്ഷെ ടെക്നിക്കലി അതിനെ എൻഹാൻസ് ചെയ്തു നമ്മൾ. എല്ലാവരും കാണണം. ചോട്ടമുമ്പ് ഒരു എന്താ പറയുക, രസിക പടമായിരിക്കും. 4K അറ്റ്മോസിൽ വരുന്ന 4Kയിൽ വരുന്ന ചെയ്തിട്ടുണ്ട്. എന്തായാലും ടെക്നിക്കലി എൻഹാൻസ്ഡ് ആയ തലയും കൂട്ടി നമുക്ക് കാണാം. ഡേറ്റ് ഏകദേശം എപ്പോഴായിരിക്കും പറയാം? ജൂണിലായിരിക്കും. ഈ പടങ്ങളുടെ തിരക്കൊന്ന് കഴിയട്ടെ. യെസ്. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. ഓക്കെ, താങ്ക് യു.